കഅബയുടെ കിഴക്ക് ഭാഗത്തിലാണ് എപ്പോഴും ഒരുപാട് ബഹുമാനങ്ങളുള്ള സ്ഥലം. ഏതാണ്? കഅബത്തിന്റെ കിഴക്ക് ഭാഗം. കഅബത്തിന്റെ സ്ത്രീകൾക്ക് ഇത് കാണുന്നുണ്ടാവില്ല, മനസ്സിലാക്കിയാൽ കിഴക്ക് ഭാഗം. കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ കഅബയുടെ ഡോറുള്ള ഭാഗം. കഅബയുടെ ഡോറുള്ള ഭാഗം. ഡോർ എന്നതാണ്, ഇതാണ് ഇപ്പൊ കഅബത്തിന്റെ ഡോർ. ഈ ഡോറുള്ള ഭാഗം അത് പടിഞ്ഞാറാണെങ്കിൽ കഅബത്തിന്റെ ഡോറ് നിലകൊള്ളുന്ന ഭാഗമാണ് കിഴക്കേ ഭാഗം. അപ്പൊ നോക്കിക്കോളെ, ഇത് പടിഞ്ഞാറാണെങ്കിൽ ഒരാൾ പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ ആ അയാളുടെ വലതു ഭാഗം വടക്കും ഇടത് ഭാഗം തെക്കുമായിരിക്കും. അപ്പൊ ഈ തെക്ക് ഭാഗത്താണ് തെക്ക് കിഴക്കേ മൂലക്ക് പറയുന്ന പേര് റുക്നുൽ അസ്വദ് എന്നാണ്. റുക്നുൽ ഹജറുൽ അസ്വദ് എന്ന മൂല, ഹജറുൽ അസ്വദ് അല്ല മൂല. ഇവിടെ നിന്നാണ് തവാഫ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തവാഫ് തുടങ്ങുമ്പോ നമ്മളിപ്പോ എന്തിനാണ്? ഉംറയിലാണ് അല്ലെ? ഉംറക്ക് കയറാൻ ചെയ്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് തവാഫ്. ഈ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മൾ വന്നപ്പോ നമ്മളിങ്ങനെ വന്നപ്പോ ശരിക്കും കഅബത്തിന്റെ ഉള്ളിലേക്ക് അല്ല അറബിലേക്ക് കടക്കേണ്ട ബാബുസലാമിലൂടെ. ബാബുസലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കഅബയുടെ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തിയൊരു ചരിത്രം പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഹജറുൽ അസ്വദ് വെക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്തു? ആര് വെക്കും എന്നതിനെ പറ്റി തർക്കത്തിലാവുകയും ഈ തർക്കത്തിലായ സമയത്ത് അവസാനം ഇവരെല്ലാം ഒരു തീരുമാനത്തിലെത്തി. ഈ ഡോറിലൂടെ ആദ്യമായി ആരാണോ കടന്നു വരുന്നത് ആ കടന്നു വരുന്ന ആളതിന് തീരുമാനിക്കണം. അപ്പൊ ഓർമ്മ നിങ്ങൾ പണ്ട് മദ്രസ കേട്ട് ഇതെല്ലാവരും കേട്ടാണ്. ആ ഡോറിന് ബാബു ബനീ ഷൈബ എന്നാണ് ഡോറ് പറയാം. ബാബു ബനീ ഷൈബ. ഇന്ന് ആ പറയുന്ന ഡോറിന്റെ പേരാണ് ബാബുസലാം. അതിന്റെ പേര് ബാബുസലാം. ബാബുസലാം. അപ്പൊ ബാബുസലാമിലൂടെയാണ് ആദ്യം കടന്നു വരേണ്ടത്. അപ്പൊ ഹജ്ജിന്റെ സമയത്ത് ചില സമയങ്ങളിൽ ബാബുസലാമിലൂടെ ഉള്ളിലേക്ക് കയറാൻ കഴിയും. അപ്പൊ നമ്മള് ബാബുസലാം ഈ ഭാഗത്ത് ബാബുസലാം ഇവിടുന്ന് നമ്മൾ കടന്നു വന്നു. കടന്നു വരുമ്പോ നമുക്ക് നേരെ